മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസും ഒരു ചീസ് സോസുമാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത്രയും നമുക്ക് എടുത്താൽ മതി. സ്കിൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുക്കുന്ന പൊട്ടറ്റോ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അതിന്റെ കളർ മാറും. ഞാനിപ്പോൾ പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി അതിന്റെ ആ സ്റ്റാർച്ചൊക്കെ കളഞ്ഞെടുക്കണം. അതിനുശേഷം അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ആ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ അതിന് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 5 മിനിറ്റ് മാത്രമേ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടുള്ളൂ. ഒരുപാട് വെന്ത് പോകരുത്. ചെറുതായിട്ട് ഒരു 50% ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നത്. ഇപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ഒരു കിച്ചൺ ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു കിച്ചൺ ടവലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടറ്റോ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ പൊട്ടറ്റോ 2 പ്രാവശ്യം ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് വയ്ക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് ഉണ്ടാക്കാം. അതിനുശേഷം പൊട്ടറ്റോ ഒന്നുകൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൈദ കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കണം. മൈദയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കുറച്ച് വീതം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ കട്ട പിടിക്കാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാലൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. മൈദയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചീസാണ്. ഞാനിവിടെ cheddar ചീസാണ് ചേർക്കുന്നത്. 150 ഗ്രാം cheddar ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചീസ് നന്നായിട്ട് ഇതിലേക്ക് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ചില ചീസിന് ഉപ്പ് കുറച്ച് കൂടുതലുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ചീസൊക്കെ ഇതിലേക്ക് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇടയ്ക്കൊക്കെ ഫ്രഞ്ച് ഫ്രൈസിന്റെ കൂടെ കുട്ടികൾക്ക് ഇതുപോലൊരു ചീസ് സോസും കൂടി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമായിരിക്കും. ഇനി നമുക്ക് പൊട്ടറ്റോ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ പൊട്ടറ്റോ നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്തൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ചീസ് സോസും റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന്റെ മുകളിലും നമ്മുടെ ചീസ് സോസിന്റെ മുകളിലും ഒക്കെ അല്പം ഡ്രൈഡ് പാഴ്സലി ഉണ്ടെങ്കിൽ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ എല്ലാവരുടെ അടുത്തൊന്നും അത് ഉണ്ടാവില്ല. ഞാനും അതുകൊണ്ട് അതിപ്പോ ഇതിന്റെ മുകളിലേക്ക് ഇടുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.